സുധീഷ്. ഞാൻ വയനാട് ജില്ലയിലുള്ള ഏറ്റവും പ്രദേശത്തുള്ള ഒരു കർഷകനാണ്. ഒരു മൾബറി കർഷകൻ, പട്ടുനൂൽ കൃഷിക്കാരൻ. നമുക്ക് ഭൂമിയിൽ പലതരം വിളവുകളുണ്ട്, പലതരം കൃഷികൾ. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ജീവിത മാർഗ്ഗമാണ്, അത്യാവശ്യം സാമ്പത്തികം ലഭിക്കുമെന്ന് ഒരു കാഴ്ചപ്പാടിൽ ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു കൃഷിയാണ് മൾബറി കൃഷി. ഇപ്പോൾ ഞാൻ കുറച്ച് പ്രാവശ്യങ്ങളായിട്ട് പട്ടുനൂല് ഞാൻ ബാംഗ്ലൂർ, മൈസൂർ എന്നുള്ള മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികം കിട്ടുന്നൊരു കൃഷിയാണിത്. ഞാൻ പലതരം കൃഷികളും ചെയ്തിരുന്നു. ഇഞ്ചി, വാഴ, അങ്ങനത്തെ പലതരം കൃഷികൾ. ആ കൃഷിയിൽ എനിക്ക് കൃഷി കാണുന്നുണ്ടെങ്കിൽ ഞാൻ കർണാടകത്തിൽ കുറേ കാലം ഇഞ്ചി കൃഷി ചെയ്തിരുന്നു, വാഴ കൃഷി. അങ്ങനെ ഒരു വർഷം, കഴിഞ്ഞ വർഷത്തോടു കൂടി ഞാൻ നിർത്തി വന്നു. കാരണം ഇതിൽ ഒന്നും നമുക്ക് കിട്ടാനില്ല, ലാഭമൊന്നും കിട്ടാനില്ല. കയ്യിൽ നിന്ന് പണം നഷ്ടമല്ലാണ്ട് നമുക്ക് കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഈ കൃഷി തിരിഞ്ഞപ്പോൾ എനിക്കിപ്പം നഷ്ടം എന്ന് പറയാൻ ഇല്ല, പിന്നെ കുറച്ച് അധ്വാനമുണ്ട്. അധ്വാനം എന്നുണ്ടെങ്കിൽ ഈ വാഴ കൃഷി പോലെ ഇഞ്ചി കൃഷിയെ പോലെയുള്ള അധ്വാനമില്ല, നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ സമയമുണ്ട്. മൾബറി കൃഷി എന്തെന്നുണ്ടെങ്കിൽ പട്ടുനൂൽ പുഴുക്കൾക്കുള്ള തീറ്റയാണ് ഈ മൾബറി. മൾബറിൻ്റെ ഇല മാത്രമേ പട്ടുനൂൽ പുഴുക്കൾ തിന്നുള്ളൂ. അപ്പോൾ അത് പട്ടുനൂൽ പുഴുക്കൾ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ മൾബറി കൃഷി തുടങ്ങണം. മൾബറി കൃഷി തുടങ്ങി നമുക്ക് ഏകദേശം ഒരു 6 മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടുനൂൽ അതുമായിട്ടുള്ള നമുക്ക് തുടങ്ങാൻ കഴിയും. ചെടീൻ്റെ തുടക്കം എങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ സെറികൾച്ചർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ തൈ നമുക്ക് എത്തിച്ചേരും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്പ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരടി വലുപ്പത്തിൽ, ഈ ചെടീൻ്റെ ഒരടി വലുപ്പത്തിൽ നല്ല മൂപ്പുള്ള, ഒരു 6 മാസം മൂപ്പുള്ള ചെടീൻ്റെ കമ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരടി വലുപ്പത്തിൽ മുറിച്ചിട്ട് നമ്മൾ സ്റ്റെമ്പ് നേരിട്ട് നട്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ബെഡുകൾ എടുത്തു കഴിഞ്ഞിട്ട് തെയ്യായി മുളപ്പിച്ചിട്ട് ശേഷം നമുക്ക് രണ്ടാമത് കൊണ്ട് നട്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ കൂടയാക്കി നട്ടു കൊടുക്കാം. ഇതിലേതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നട്ടത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തെയ്യാണ് നട്ടത്. തെയ് വാങ്ങിയിട്ട് ഒരു തൈക്ക് 4 രൂപ തോതിൽ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഏകദേശം വണ്ടിക്കൂലി എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപയ്ക്ക് നമുക്ക് ഇവിടെ എത്തും. നമുക്ക് ഇതിൻ്റെ 2 ചെടികൾ തമ്മിലുള്ള അകലം 3x3, 3 അടി വീതി, 3 അടി, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 7 അടി വീതിയിലുള്ള ബെഡുകൾ തയ്യാറാക്കണം. ഈ ബെഡുകൾ പോലത്തെ ബെഡുകൾ തയ്യാറാക്കണം. ചാല് ഒരു 1.5 അടി, 2 അടി, അതായത് നീർവാർച്ച നന്നായിട്ടുണ്ടാവണം. മഴക്കാലം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചാലിൽ, പിന്നെ ശരിക്കും നീർവാർച്ച ഉണ്ടാവണം. അങ്ങനെ ഹിറ്റാച്ചിക്ക് പണിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആൾക്ക് നിന്നിട്ട് പണിയെടുക്കുവോ. ഇപ്പോൾ തൊഴിലുറപ്പിനെ കൊണ്ട് സർക്കാർ തൊഴിലുറപ്പിൻ്റെ പണി എടുത്തു കൊടുക്കുന്ന ഈ നടാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ തൊഴിലുറപ്പിലൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹിറ്റാച്ചിക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പിലൂടെ എങ്ങനെ ചെയ്തിട്ട് നമ്മൾ 3x3, അതായത് 3 ചെറിയ കുഴികൾ കുഴിക്കുക. ഒരു തൂമ്പ ആഴത്തിൽ കുഴി കുഴിച്ചിട്ട് അതിൽ നിറച്ചും ചാണകം, ഒരു 2 കിലോ ചാണകമെങ്കിലും ഒരു കുഴിയിൽ വേണം. അതായത് അടിവളം എന്നാണ് പറയുന്നത്. അടിവളം എന്ന് പറയുന്നത് ഏത് ചെടിക്കാണെങ്കിലും ഏത് കൃഷിക്കാണെങ്കിലും അടിവളം എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം കൊടുക്കാൻ കഴിയുള്ളൂ. അടിയിൽ കൊടുക്കുന്ന വളത്തിനെയാണ് അടിവളം എന്ന് പറയുന്നത്. രണ്ടാമത് മേലെ കൊടുക്കുന്നത് അതിന് അടിവളം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചാണകം എത്ര കൂടുതൽ ഇടാൻ കഴിയുമോ അത്രയും ഈ ചെടിക്ക് ലോങ് ലൈഫ് കിട്ടും. അതായത് കൂടുതൽ കാലം, കൂടുതൽ ആരോഗ്യത്തിൽ വളരാനുള്ള ചാണകം കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നട്ട് ഏകദേശം ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേന് ഇതിന് മുളകൾ തുടങ്ങും. ഏകദേശം ഒരു കുറഞ്ഞ ഒരു 3-4 ഇലകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വളം കൊടുക്കാം. രാസവളം, ചെറിയ പോലെ രാസവളം, ആറ്റംബൂസും പൊട്ടാഷാണ് ഞാൻ ആദ്യം ഇട്ട വളം. പിന്നെ ചാണകവെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കും. ചാണകവെള്ളം ഉണ്ടെങ്കിൽ നീർപ്പിച്ച വെള്ളം. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനം ഇതിൻ്റെ ജീവാമൃതമാണ് കലക്കി ഒഴിക്കൽ. ജീവാമൃതം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഓരോ ലിറ്റർ വെച്ചിട്ട് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 2.5 കിലോ വെല്ലം, 2 കിലോ ചെറുപയർ പൊടി, 1 പിടി മേൽമണ്ണ്. ഇത് 5 സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 4 ദിവസമെങ്കിലും ഇത് 100 ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കി ദിവസവും രാവിലെയും വൈകുന്നേരം ഇളക്കി വെക്കണം. ഇളക്കലുണ്ടെങ്കിൽ നമ്മൾ വലത് ഭാഗത്തേക്ക് ക്ലോക്ക് വൈസ് ആ രീതിയിൽ നമുക്ക് ഇത് ഇളക്കാൻ പാടുള്ളൂ. തിരിച്ച് കറക്കരുത്. തിരിച്ച് കറക്കുന്നതിൻ്റെ സ്വഭാവം നെഗറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ വലത് ഭാഗത്ത് തിരിച്ച് രാവിലെയും വൈകുന്നേരം 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് 1 ലിറ്ററിന് 10 ലിറ്ററിന് തോല്
1 ലിറ്റർ ജീവാമൃതത്തിന് 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ഗ്രോത്ത് ഉണ്ടാവും. കൂടുതൽ സൂക്ഷ്മ മൂലകങ്ങൾ മണ്ണിലുണ്ടാവും, മണ്ണിലുണ്ടാവും. ചെടികൾക്ക് നല്ലതാണ്, എല്ലാ ചെടികൾക്കും. ഇത് മൾബറി എന്നല്ല, ഏത് ചെടികൾക്കും ജീവാമൃതം നല്ല സാധനമാണ്. ഇതിൽ ചില കീടബാധകൾ ഈ ചെടിക്ക് ഉണ്ടാവലുണ്ട്. കീടബാധ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീടബാധയാണ് കമ്പിളിപ്പുഴു. കമ്പിളിപ്പുഴു 2 സീസണിലാണ് കമ്പിളിപ്പുഴു ഉണ്ടാവുക. മഴ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, ഏപ്രിൽ മെയ് ജൂൺ ഈ സമയങ്ങളിൽ, അതേപോലെ മഴ പോകുന്ന സമയം ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയങ്ങളിലും ഇതിന് കീടബാധ ഉണ്ടാവും. കീടബാധ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ചെടികൾക്ക് ഉപയോഗിക്കുന്ന പോലത്തെ കെമിക്കൽ ആയിട്ടുള്ള, അതായത് എക്കാലസ് അല്ലെങ്കിൽ അതുപോലത്തെ കീടനാശിനികൾ ഇതിൽ അടിക്കാൻ പറ്റൂല. അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ ഈ ചെടി വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് പട്ടുനൂൽ കൃഷി പുഴുവിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ പുഴുക്കളെ ഇത് ബാധിക്കും. പുഴുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിന്നുണ്ടെങ്കിൽ കമ്പിളിപ്പുഴു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴു വന്ന ഇല ചവിട്ടിയിട്ട് പറിച്ചെടുത്തിട്ട് ഒന്നുകിൽ നമ്മൾ ഏത് രീതിയിൽ ആ പുഴുക്കളെ നശിപ്പിക്കുക. ഒന്നുകിൽ ചവിട്ടി കൊല്ലുക, അല്ലെങ്കിൽ നമ്മൾ ദൂരെ എവിടെയും കൊണ്ടുപോയിട്ട് അതിനെ കളയുക, അല്ലെങ്കിൽ അതിനെ കത്തിച്ച് കളയണമെങ്കിൽ കത്തിച്ച് കളയുക. അത് കർഷകന്റെ തീരുമാനം എങ്ങനെ ഇതിൻ്റെ അതുപോലെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സാധനം ഓർത്തിരിക്കേണ്ട സാധനം എന്നുണ്ടെങ്കിൽ ഇതിൽ മറ്റുള്ള ഒരു കെമിക്കലായിട്ടുള്ള ഒരു സ്പ്രേയോ ഒരു മരുന്നുകളോ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരിത്. നമ്മളിത് നട്ട് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം. ഇതിൻ്റെ വിളവെടുപ്പ് ഉണ്ടെങ്കിൽ ചെടീൻ്റെ വിളവെടുപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ പട്ടുനൂൽ പുഴുക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഷെഡ് ഉണ്ടാക്കണം. ഷെഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ സബ്സിഡികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 50 അടി നീളവും 20 അടി വീതിയുള്ള ഷെഡ് ഉണ്ടാവണം. ഷെഡ് ഉണ്ടാക്കിയതിൻ്റെ ഷെഡിൻ്റെ ഉള്ളിൽ നിലം കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ ഒരു 10 അടിയെങ്കിലും 10-11 അടി ഹൈറ്റ് 2 സൈഡിലും നടുക്ക് ഹൈറ്റ് ആ ലെവലിലുള്ള കൂളിംഗ് ഷീറ്റോടുകൂടി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഷെഡുകൾ ഉണ്ടാക്കേണ്ടത്. നിലം കോൺക്രീറ്റ് ചെയ്യണം. നിലം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യത്തെ വിളവെടുപ്പിന് ശേഷവും നിലം കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിലം മിനുസത്തോടു കൂടിയിട്ട് വേണം നമ്മൾ നിലം കോൺക്രീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിനുള്ള റാക്കുകൾ അടിക്കണം. റാക്കുകൾ എന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ അടിക്കുകയാണെങ്കിൽ അടിക്കാം, ഇനി ഇരുമ്പ് പൈപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ അടിക്കാം. അതെങ്ങനെ കർഷകൻ്റെ തീരുമാനം. റാക്കുകൾ എന്നുണ്ടെങ്കിൽ മരത്തിൻ്റെത് അടിക്കുമ്പോൾ 5 അടി വീതി ഉള്ളിൽ നമുക്ക് 2 ഭാഗത്തുനിന്നും ഈ ചപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 2 ഭാഗത്തുനിന്നും കയ്യെത്തുന്ന രീതിയിലുള്ള അത്ര വീതിയെ പാടുള്ളൂ. 5 അടി വീതി. അങ്ങനെ ഒരു 2 അടിയെങ്കിലും ഗ്യാപ്പുകളുള്ള റാക്കുകൾ ഉണ്ടാക്കണം, നീളത്തിലുള്ള റാക്കുകൾ. ഈ റാക്കുകളിനുള്ളിലാണ് പുഴുക്കളെ നമ്മൾ വളർത്തുന്നത്. പുഴുക്കളെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പുഴുവിനെ കൊണ്ടുവന്ന് മുട്ടയാണ് കൊണ്ടുവരിക. മുട്ടയും ഇപ്പം നമുക്ക് മൈസൂർ കർണാടകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാക്കിപ്പുഴുക്കളെ കിട്ടും. ചാക്കിപ്പുഴുക്കൾ എന്നുണ്ടെങ്കിൽ 2 മോൾട്ടിങ് കഴിഞ്ഞ പുഴുക്കൾ. 2 മോൾട്ടിങ്ങിൻ്റെ ഏകദേശം 10 മുതൽ 12 ദിവസം പ്രായമായിട്ടുള്ള പുഴുക്കൾ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മുട്ട നമുക്ക് അവിടുന്ന് മുട്ട തരുന്ന സമയത്ത് നമുക്ക് അതിലൊരു പ്രത്യേക തീയതി പറയും. ആ തീയതി പറഞ്ഞ സമയത്ത് തീയതിയും സമയവും 2 മുறை കണക്കാക്കി. രാവിലെ 8 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് മുട്ടേൻ്റെ ആ ചെറിയ പാക്കറ്റ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ പുഴുക്കൾ വിരിയുന്നത് കാണാം. വിരിഞ്ഞ് ഒരു ഏകദേശം നമ്മൾ വിരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചം, വെയിൽ കൊള്ളിക്കരുത്, സാധാരണ വെളിച്ചം കൊണ്ടു കഴിഞ്ഞാൽ ഈ മുട്ട ഒരു അരമണിക്കൂർ കൊണ്ട് മുഴുവൻ മുട്ടയും വിരിയും. മുഴുവൻ മുട്ടയും വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിന് തീറ്റ കൊടുക്കലാണ്. തീറ്റ കൊടുക്കലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഈ ചെടി കാണിച്ചുതരാം. ഈ ചെടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ 2 ഇലയും കൂട്ടിമുട്ടുന്ന ഈ ഇലയാണ് നമ്മൾ ആദ്യത്തെ 3 ദിവസങ്ങൾ കൊടുക്കേണ്ടത്. അതായത് ഇതും ഈ 2 ഇലകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഇലകൾ നമ്മൾ ഏകദേശം ഒരു 100 മുട്ടയ്ക്ക് ഇതുപോലത്തെ ഒരു 30-35 ഇലയേ വേണ്ടി വരുള്ളൂ. അത് ചെറുതായിട്ട് നമ്മൾ ചീര അരിയുന്ന പോലെ നൈസായി അരിഞ്ഞിട്ട് നമ്മൾ ഈ പുഴുക്കളെ ദേഹത്ത് ഇടേണ്ടത്. അപ്പോൾ പുഴുക്കളെ ദേഹത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കൊതുക് വല പോലത്തെ നൈസ് ഏറ്റവും ചെറിയ കണ്ണിയില്ല ഒരു വല ഈ പുഴുക്കളെ മേത്ത് വിരിച്ചിടും. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞിട്ട ഇലകൾ അതിൻ്റെ മുകളിൽ വെതറിയിടുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ തീറ്റയും കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുഴുക്കളെല്ലാം ഈ വലേൻ്റെ കണ്ണീൻ്റെ ഉള്ളിൽ കൂടി ഈ ഇലേൻ്റെ മുകളിലേക്ക് കയറും. ഇലേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറുണ്ട് നമ്മൾ അടുത്ത ഒരു ട്രേ ഉണ്ട്, ഇതിൻ്റെ പുഴുക്കളെ വളർത്തുന്ന ട്രേ ആണ്. ആ ട്രേയിലേക്ക് മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ചെറിയ
ഈ കണ്ണി വലയിൽ കൂടി വിടുന്ന എന്തിനെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളും മുട്ട വിരിഞ്ഞപ്പോഴുള്ള പുഴുക്കളുടെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ താഴെയായി വൃത്തിയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വലയിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വിടുന്നത്. ഇത് അരമണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദിവസവും 2 നേരമാണ് ചപ്പിട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ മോൾട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 അല്ലെങ്കിൽ 4 ദിവസം, അതായത് 7 തീറ്റ അല്ലെങ്കിൽ 8 തീറ്റ, രാവിലെയും വൈകുന്നേരമുള്ള തീറ്റയാണ് 8 തീറ്റ, രാവിലെ 1 വൈകുന്നേരം 1, 3.5 ദിവസം 7 തീറ്റ അല്ലെങ്കിൽ 8 തീറ്റ. ഈ 8 തീറ്റ കൊണ്ട് 7 തീറ്റ കൊണ്ട് ഫസ്റ്റ് മോൾട്ടിങ് തുടങ്ങും. മോൾട്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇവർ ഭക്ഷണമൊന്നും കഴിക്കാതെ 24 മണിക്കൂർ ഇവർ ഭക്ഷണമൊന്നും കഴിക്കാതെ നിൽക്കും. കഴിക്കാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ പുഴുക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുഴുവിനെ നമ്മൾ കണ്ണ് കാണൂല. നമ്മൾ മൊബൈൽ സൂം ചെയ്തിട്ടോ അല്ലെങ്കിൽ ലെൻസ് വെച്ചിട്ടോ നമ്മൾ നോക്കണം. നോക്കിയാൽ മാത്രമേ അത് മോൾട്ടിങ് ആണോ അല്ലെങ്കിൽ ഉറക്കം തുടങ്ങിയോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് അത്രയും സൂക്ഷ്മമായിട്ട് ചെറിയ ഉറുമ്പുകൾ അത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ പുഴുക്കൾ. ആ മോൾട്ടിങ് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റ നിർത്താം. ഇവർ മോൾട്ടിങ് തുടങ്ങി എന്ന് പറയുന്ന നമുക്ക് മനസ്സിലായി തുടങ്ങിയതിൽ നമ്മൾ കുമ്മായം, നമ്മൾ സാധാരണ നീറ്റിയ കുമ്മായം അത് നീറ്റിയതിന് ശേഷം അതിൻ്റെ പൗഡർ നമ്മൾ ഇതിൻ്റെ ഈ പുഴുക്കളെ ദേഹത്ത് കൂടി വിതറി കൊടുക്കണം. ഈ പുഴുക്കളെ ദേഹത്ത് വിതറി കൊടുക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലുള്ള ഈ മോൾട്ടിങ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ അയക്കുന്നുണ്ടെങ്കിൽ മോൾട്ട് ഔട്ടാവും. ഈ പുഴുക്കൾ മോൾട്ട് ഔട്ടാകുന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ സമയത്ത് മോൾട്ട് ഔട്ടാവില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂറിന് വ്യത്യാസം ഉണ്ടാവും മോൾട്ട് ഔട്ടാവാൻ. അപ്പോൾ മോൾട്ട് ആദ്യം ഔട്ടായ പുഴുക്കൾ ഇതിലുള്ള ബാക്കി വരുന്ന പച്ച ഇലകൾ തിന്നാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഈ ഇല കരിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് കുമ്മായി ഇടുന്നത്. പിന്നെ ഒന്ന് അഥവാ എന്തെങ്കിലും പൂപ്പൽ രോഗങ്ങളും അത് ഉണ്ടെങ്കിൽ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈർപ്പം വലിച്ചെടുക്കാൻ 2 ഉദ്ദേശത്തിലാണ് കുമ്മായി ഇടുന്നത്. കുമ്മായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോൾട്ടായി, പിന്നെ മോൾട്ട് ഔട്ടായി 24 മണിക്കൂർ മോൾട്ട് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോൾട്ട് ഔട്ടായി തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജേത എന്നൊരു പൗഡർ ഉണ്ട്. അതായത് ഇവർക്ക് ബാക്ടീരിയയും ഫംഗസും ആയിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിജേത എന്നുള്ള പൗഡർ ഇടുന്നത്. ആ പൗഡർ ഇട്ട് കഴിഞ്ഞ് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടം തീറ്റ കൊടുക്കലായി. അടുത്ത ഘട്ടം തീറ്റ എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത ഇലകൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 2-3 ഇലകൾ, 2-3 ഇലകൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു കൊടുക്കണം. അരിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ചീര അരിയുന്ന പോലെ അരിയരുത്. ഏകദേശം പഴയ 5 പൈസേൻ്റെ വലുപ്പത്തിൽ, അതായത് ഏകദേശം ഒരു 1 ഇഞ്ച് സ്ക്വയർ ആയിട്ട് അത് നീളത്തിലും ക്രോസ് ആയിട്ടും അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇതിലേക്ക് വിതറി കൊടുക്കുക, ട്രൈയിലേക്ക് വിതറി കൊടുക്കുക. അങ്ങനെ അതേപോലെ തന്നെ വീണ്ടും 3.5 ദിവസം 7 തീറ്റ അല്ലെങ്കിൽ 8 തീറ്റ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ മോൾട്ടിങ് തുടങ്ങും. രണ്ടാമത്തെ മോൾട്ടിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുമ്മായി ഇടുക, മോൾട്ട് ഔട്ടായതിനു ശേഷം വിജേത ഇടുക. അങ്ങനെ ഇതേപോലെ തന്നെ രണ്ടാമത്തെ മോൾട്ടിങ് ചെയ്യണം. മൂന്നാമത്തെ മോൾട്ടിങ്ങും ഇതേപോലെ തന്നെ 3.5 ദിവസം, 3.5 തീറ്റ അല്ലെങ്കിൽ 4 തീറ്റ, അല്ല 3.5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം. ഈ 4 ദിവസങ്ങളിൽ ഇതേപോലെ മോൾട്ടിങ് ആവും. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം കുമ്മായി ഇടുക, പിന്നെ വിജേത ഇടുക. പിന്നെ 4ാമത്തെ മോൾട്ടിങ്ങിൽ നമുക്ക് ശരിക്കും അറിയാൻ കഴിയും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുവാണെങ്കിൽ, കുറച്ച് ഷെഡിൻ്റെ കുറച്ച് ദൂരെ നോക്കുവാണെങ്കിൽ നമ്മളെ ചെറിയ കുമിലുകൾ പൊടിഞ്ഞ പോലെ ഇങ്ങനെ തലയും പൊന്തിൽ എല്ലാവരും ദൂരെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ ആ അവസ്ഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മോൾട്ടിങ് ആണെന്നുള്ളത്. ആ മോൾട്ടിങ്ങിൻ്റെ സമയം എന്നുണ്ടെങ്കിൽ 48 മണിക്കൂർ മുതൽ 60 മണിക്കൂറാണ്. അതായത് ഏകദേശം 2 ദിവസം മോൾട്ടിങ് ഉണ്ടാവും. നമ്മൾ ഇതിന് തീറ്റയോ അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട. നമുക്ക് അത്യാവശ്യം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണ് നമുക്ക് തരുന്നത്. 4ാമത്തെ മോൾട്ടിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ തണ്ട് നമ്മൾ വെട്ടി കൊടുക്കുന്നത്. അതായത് 2 മോൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തണ്ടിൻ്റെ ഏകദേശം ഒരു 5 ഇല 6 ഇല വരുന്നത്. അതായത് ഈ ഒരു തണ്ടിന് ഒരു വെള്ള ഭാഗം, അതായത് പച്ചപ്പും വെള്ളയും കൂടിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. 4ാമത്തെ മോൾട്ടിങ്ങിന് ശേഷമാണ് നമ്മൾ അടി വെച്ചിട്ട് ഏകദേശം നമ്മൾ ഒരു ചെടീൻ്റെ ഒരടി പൊക്കത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ തണ്ടോടുകൂടി നമ്മൾ റാക്കിലിട്ട് കൊടുക്കണം, പുഴുവിൻ്റെ ദേഹത്ത് ഇട്ട് കൊടുക്കണം. അത് രാവിലെയും വൈകുന്നേരം. അപ്പോൾ അവർക്ക് മതിയായിട്ടുള്ള തീറ്റ ഉണ്ടാവണം. പിന്നെ ഇവർക്ക് അകലം വേണം. അതായത് തീറ്റ എല്ലാവർക്കും ലഭ്യമാകുന്നുള്ള തോതിലുള്ള ആ രീതിയിലാണ് ഇതിൻ്റെ അകലം പാലിക്കേണ്ടത്. 4ാമത്തെ മോൾട്ടിങ്ങിന് ശേഷം നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 13 തീറ്റ, 14 തീറ്റ, 15 തീറ്റ, ഈ 15 തീറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് രാവിലെയും വൈകുന്നേരം കൂട്ടിയിട്ടാണ് 15 തീറ്റ, 7.5 ദിവസം. അതായത് നമ്മൾ 13 തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. അതായത് ഇവർ ചില സിഗ്നലുകൾ തരും.
നമ്മൾ ഇവർക്ക് കൂട് കൂട്ടാനുള്ള സമയമായി, അതായത് കൊക്കൂൺ അടിക്കേണ്ട സമയമായി എന്നുള്ള സിഗ്നൽ തരും. സിഗ്നൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വളരെ സൂക്ഷിച്ച് നോക്കണം. നമുക്ക് ചിലപ്പോൾ കണ്ണിൽ കാണാൻ കഴിയില്ല, അത്രയും സൂക്ഷിച്ച് ഇങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ എട്ടുകാലി വല വലിക്കുന്ന പോലെ ചെറിയ നൂലുകൾ ഇങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിക്കുന്ന കാണാം. 2 കമ്പുകൾ തമ്മിലും ആ ഇലേൻ്റെ മുകളിൽ ഇങ്ങനെ എട്ടുകാലി വല വലിക്കുന്ന പോലെ ചെറിയ നൂലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് കൊക്കൂൺ അടിക്കാൻ തുടങ്ങി, അതിൽ ഇവർ കൂട് കെട്ടാനുള്ള സമയമായി എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു തീറ്റ, അതായത് ഒരു 2 ദിവസത്തേക്ക് കണക്കാക്കിയുള്ളൊരു തീറ്റ അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നമ്മൾ നെട്രിക എന്നുള്ള സാധനമുണ്ട്, ഒരു ഇതിൻ്റെ വലയായിട്ടുള്ള സാധനമാണ്. ആ വല അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുഴുക്കൾ ഈ നെട്രികേൻ്റെ മുകളിൽ കയറി പുഴുക്കൾ കൊക്കൂൺ അടിക്കും. കൊക്കൂൺ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിക്കും 48 മണിക്കൂർ 2 ദിവസത്തിനുള്ളിൽ ഏകദേശം എല്ലാവരും ഒരേ സമയത്ത് കൊക്കൂൺ അടിച്ച് കഴിയും. കൊക്കൂൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 ദിവസം ഈ സാധനം ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊക്കൂണിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ കൊക്കൂൺ അടിക്കാൻ തുടങ്ങി നമ്മൾ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി. ഈ ബാച്ച് കംപ്ലീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊക്കൂൺ അവിടുന്ന് നെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വലിച്ചെടുക്കുക, പൊറുക്കിയെടുക്കുക, വലിച്ചെടുക്കുക ചെയ്യുക. അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അതിലുള്ള ഇലകളുടെ വേസ്റ്റുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കാട്ടങ്ങളോ വേസ്റ്റുകളൊക്കെ നമ്മൾ വലിച്ച് നമ്മൾ പാത്രത്തിലിടുക. പാത്രത്തിലിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതിൽ ചില കൊക്കൂണിന് മഞ്ഞ കളർ ബാധിച്ചിട്ടുണ്ടാകും. മഞ്ഞ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കറുപ്പുകളോ മഞ്ഞകളോ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വേറെ ചെയ്യും. ബാക്കി നല്ല കളറുള്ള ഒരു വേസ്റ്റുകളൊന്നും വരാത്ത നല്ല കളറുള്ള കൊക്കൂൾ അത് വേറെ പാത്രത്തിലും 2 ഇതിലായിട്ട് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള തോതിലാണ് നമ്മൾ കൊക്കൂൺ കളക്ട് ചെയ്യേണ്ടത്. കൊക്കൂൺ കൊടുക്കുന്നതിന് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ ഒന്ന് മൈസൂർ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ രാംനഗർ എന്നുള്ള മാർക്കറ്റ് ഉണ്ട്. ഈ രണ്ട് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കാം. മൈസൂർ മാർക്കറ്റിൽ വില കുറവാണ്, കൂടുതൽ കച്ചവടക്കാർ വരുന്നില്ല, കൂടുതൽ അപ്പം നമുക്ക് വില കുറവാണ്. ബാംഗ്ലൂർ രാംനഗർ മാർക്കറ്റിൽ വലിയൊരു മാർക്കറ്റാണ്, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണെന്ന് പറയുന്നത്. ഒരുപാട് കച്ചവടക്കാർ നമുക്കിത് സാധനം നോക്കി വരുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വിലകൾ കിട്ടും. അപ്പോൾ കൊക്കൂണിനുണ്ടെങ്കിൽ ഇത് തൂക്കത്തിനാണ് വില, എണ്ണത്തിനല്ല. അപ്പോൾ 1 കിലോ കൊക്കൂണെന്നുണ്ടെങ്കിൽ നല്ല കൊക്കൂണാണെങ്കിൽ 600 മുതൽ 650 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോ കൊക്കൂണായി. ഇന്നത്തെ വില എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ 600 രൂപ മുതൽ 700 രൂപ വരെ ബാംഗ്ലൂരിൽ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് കൃഷി ചെയ്യുന്നതിൽ നമുക്കിപ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി കിട്ടണമെങ്കിൽ 1 ഏക്കറെങ്കിലും കൃഷി ചെയ്യണം. 1 ഏക്കറുള്ള കൃഷിക്കാരനാണ് സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ 1 ഏക്കർ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ 1 ഏക്കർ വരെ സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്പം 75% സബ്സിഡിയാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത്. 50% സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ്റും 25% സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. എനിക്ക് സബ്സിഡി ലഭിച്ചു, സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി കിട്ടി, സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി കിട്ടിയിട്ടില്ല. അതെന്തോ കാലതാമസമാണ്. കുറേ 4-5 വർഷമായി ഇത് സബ്സിഡി സ്റ്റേറ്റ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് ലഭ്യമാക്കാൻ സർക്കാർ അതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. എങ്കിൽ മാത്രമേ കർഷകനായിട്ടുള്ള ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ സാമ്പത്തികമായിട്ടൊക്കെ. പിന്നെ ഏകദേശം 1 ഏക്കർ കൃഷി ചെയ്ത് നമുക്ക് ഇതിൻ്റെ പുഴുവിനെ വളർത്തേണ്ട ആ ഒരു ഘട്ടം എത്തണമെങ്കിൽ ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് നമുക്കിതിന്. ഷെഡിന് തന്നെ ഏകദേശം ഒരു 4-4.25 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മരത്തിൻ്റെ പണിയും അതിലെ കോൺക്രീറ്റ് അതിലെ പണിക്കൂലി എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5-6 ലക്ഷം രൂപ തന്നെ കൃഷി എല്ലാം കൂടിയിട്ട് ചിലവ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് നമുക്കിതിൻ്റെ ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഏക്കറിൽ നമുക്ക് ഏകദേശം 200 മുട്ട വരെ നമുക്ക് 1 ഏക്കറിൽ ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ കിട്ടില്ല, 3-4 ഘട്ടങ്ങളിൽ നമുക്ക് ഒരു 200 മുട്ട വരെ നമുക്ക് 200 മുട്ട എന്നുണ്ടെങ്കിൽ DFLS കണക്കാണ്. 100 മുട്ട എന്നുണ്ടെങ്കിൽ 36 ഗ്രാമേ ഉള്ളൂ. 36 ഗ്രാമിൽ ഏകദേശം 100 മുട്ടയിൽ ഏകദേശം 70-75,000 പുഴുക്കൾ വരെ ഉണ്ടാവും. അപ്പോൾ 200 മുട്ട എന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം പുഴുക്കൾ, ഈ പുഴുക്കളെ നമുക്ക് വളർത്താൻ കഴിയും. അപ്പം നമുക്ക് 200 മുട്ടയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയായിട്ടും, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുണ്ടെങ്കിൽ വൃത്തിയാണ്. കൈയും കാലും കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഷെഡിനുള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. അതുപോലെ പിന്നെ മറ്റുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള മണങ്ങളോ അല്ലെങ്കിൽ
ഒന്നും അതിനുള്ളിലേക്ക് എത്താൻ പാടില്ല. പുഴുക്കളാണ്, ചെറിയ പുഴുക്കളാണ്, പെട്ടെന്ന് ഇവർക്ക് ബാധ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 200 മുട്ട തന്നെ ഏകദേശം നമ്മൾ ഒരു വർഷം 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം നമുക്ക് ഒരു വിളവെടുക്കാൻ കഴിയും. അപ്പോൾ 200 നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 210 കിലോ കൊക്കൂൺ വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ കൃഷികളെക്കാളും അത്യാവശ്യം നമുക്ക് വരുമാന മാർഗമുള്ള ഒരു കൃഷിയാണ് ഇത്. പിന്നെ നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ പല തരത്തിലുള്ള കൃഷികളും എല്ലാം ഉണ്ട്. അത് ഭൂമിയിലുള്ള പല തരത്തിലുള്ള കൃഷിക്കാരനാണ് കൃഷി ചെയ്യണമെങ്കിൽ അത് കണ്ടെത്താനാണ് കർഷകന്റെ കഴിവ്. അത് കണ്ടെത്തി അതിൽ വിജയകരമാക്കി നമ്മൾ കരമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൃഷി എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കൃഷിയാണെങ്കിലും നമുക്കതിൽ വിജയകരമാക്കാൻ കഴിയുള്ളൂ. എല്ലാ കർഷകർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.